ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയെങ്കിലും ആളെ മനസ്സിലാക്കി ജീവിക്കാൻ നോക്കൂ രോഹിത്. എരിവ് മാറിയോ? എന്നാ ഇത്തിരി ചോറും കൂടെ. എനിക്ക് മതി സത്യാമ്മേ. ഒരു വാ കൂടി. അല്ല, അവിടെ ആളിരുന്നില്ലല്ലോ. അതൊക്കെ ഇരുന്നോളും. ഓ, എന്ന് നടക്കട്ടെ. അതേ, കല്യാണം കഴിക്കാത്ത ഒരുത്തനോട് വിളമ്പി നടക്കണമെന്ന് എല്ലാവർക്കും ഓർമ്മ വേണേ. എന്നാലേ ഞാൻ ഇനി വരുന്നത് കമലന്റെ കല്യാണ സദ്യ ഉണ്ണാൻ വേണ്ടി തന്നെയാ. അപ്പൊ ഇനി ശാരദമ്മ കുറച്ചു കാലത്തേക്ക് ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ? അല്ലേ, എന്നെങ്ങനെ കളിയാക്കണ്ട ആശാനെ. ഏതാണ്ട് എന്റെ മാവ് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാ പിന്നെ ഉടനെ തന്നെ ഒരു ഇടിവെട്ട് മഴയൊക്കെ ഉണ്ടാവും. അതെന്തിനാ? ആ പൂത്തതൊക്കെ പോണ്ടേ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചിരിച്ചാലും ആളൊരു സഹായിയാ. പപ്പയമോളെയും സത്യമോളെയും കൃത്യം 4 മണിക്ക് തന്നെ സ്കൂളിൽ പോയി വിളിക്കും. സമയകാരി ഭയങ്കര കൃത്യനിഷ്ഠയാ. അതെന്താ കാര്യം മനസ്സിലായില്ലല്ലേ? തൊട്ടപ്പുറത്തെ ലേഡീസ് ഹോസ്റ്റലില് പെൺകുട്ടികൾ വരുന്നതേ ഇതേ 4 മണിക്ക് തന്നെ. അവരും ഭയങ്കര കൃത്യനിഷ്ഠക്കാരാ. അതുകൊണ്ടാവും സമയത്ത് വരുന്നത് മനസ്സിലായില്ലല്ലേ? ആശാനെ, ചാനും മരണെന്ന് കരുതി ഓടിച്ചാടി അങ്ങ് കയറുവാണല്ലേ? പോടാർന്ന്. എടാ, നീ പേടിക്കണ്ടടാ. നിന്റെ ആ ലൈൻ കേസിന്റെ കാര്യമൊന്നേ ഞങ്ങൾ ഈ സഭയിൽ പറയത്തില്ല. ഇനിയിപ്പോ പറയണ്ടല്ലോ, ഒരാൾ ഇവിടെ അറിഞ്ഞിട്ടില്ല. വിഷ്ണു, നീ ഇരിക്കുന്നില്ലേ? അതിപ്പോ എല്ലാരും കൂടി ഇരുന്ന് എങ്ങനെയാ ഇവിടെ വിളമ്പ? ഞാൻ പിന്നെ ഇരുന്നോളാം. എടാ, നീ ശാലിനിയുടെ അടുത്ത് പോയിരിക്കെ. അവിടെ ഇല ഇട്ടിരിക്കല്ലേ? രോഹിത്തെ, നീയേ വിഷ്ണുവിന്റെ കയ്യിലെ കറി വാങ്ങി വിളമ്പിയേ. അല്ല, ഇവരൊക്കെ ഇരുത്തിട്ട് നീയും ഇരിക്കാൻ പോവായിരുന്നോ? ഇല്ല. എടാ, എന്നാ വന്ന് വാങ്ങി വിളമ്പിയേ. വിഷ്ണു, നീ അതങ്ങ് രോഹിത്തിന്റെ കൊടുക്ക. വീട്ടിൽ നിൽക്കുന്നവരാ ഇതൊക്കെ നടന്നു ചെയ്യേണ്ടത്. അല്ലാതെ ഓടി ആദ്യം കയറി ഇരിക്കല്ല വേണ്ടത്. കമല, വിഷ്ണുവിന് കറി വിളമ്പി കൊടുക്ക്. ഇവിടെ കറി വിളമ്പില്ല. അച്ഛൻ്റെ വന്ന് സാമ്പാർ വെക്കട്ടെ? ഇവിടെ ഒരാൾക്ക് ഇരിക്കാമല്ലോ. എന്നാ ഞാൻ തന്നെ ഇരിക്കാം. വിളമ്പാ കമലനും പൊന്നിയും രോഹിത്തും ഒക്കെ ഉണ്ടല്ലോ. കമല, കുറച്ച് ചോറിങ്ങിട്ടെ. മതി. അല്ലെങ്കിലും എനിക്കറിയാം, ഇതെല്ലാം കഷ്ടപ്പെട്ട് നേടിത്തന്ന എന്റെ ഭർത്താവിന് ഇവിടെ 2ാം സ്ഥാനേ ഉള്ളൂന്ന്. എന്നെ എന്റെ മോളെ അവര് നേരത്തെ തന്നെ 2ാം സ്ഥാനക്കാരാക്കിയല്ലോ. മോളെ, കൈ നിറച്ച് വാരി കഴിക്ക്. എന്നാലേ ഈ കുഞ്ഞു കൈയും കാലും ഒക്കെ വളരൂ. അമ്മയെ പോലെ നമുക്കും വലിയ ഉദ്യോഗമൊക്കെ വാങ്ങണ്ടേ? ഇതെങ്ങനെ കോഴി കൊത്തി തിന്നുന്ന പോലെ കഴിച്ചാ എങ്ങനെ വയറ്റി പോവാനാ? ഞാൻ വാരിത്തരാം മോക്ക്. സത്യമേ, അവള് കഴിച്ചോളും. ഒന്ന് ചുമ്മാതിരിക്കെ ശാലിനി. വാ തുറന്നേ. നല്ലോണം മൊത്തം കഴിക്കണം കേട്ടോ. ഇരിക്കുന്ന കുഞ്ഞിന് കണ്ടോ? ഇത് കണ്ട് മനസ്സിലാക്ക്. ഇനിയെങ്കിലും ആളെ മനസ്സിലാക്കി ജീവിക്കാൻ നോക്കൂ രോഹിത്.
എരിവ് മാറിയോ? എന്നാ ഇത്തിരി ചോറും കൂടെ. എനിക്ക് മതി സത്യാമ്മേ. ഒരു വാ കൂടി. സത്യാമ്മയുടെ ഒപ്പം ഇരുന്ന് സത്യാമ്മ കഴിക്കുന്നത് പോലെ മോള് ഭക്ഷണം കഴിക്കണം. ഇനി ഇത് മാത്രം. കഴിച്ചോ? അതെ, ചോറ് ആവശ്യമുള്ളവര് പറയണേ. അയ്യോ, ഇതെന്നാ മതിയാക്കിയോ? പായസം കുടിക്കണ്ടേ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഇപ്പോഴേ വയറ് നിറഞ്ഞു, മനസ്സും. അതെ, ഇലയൊന്നും ആരും എടുക്കണ്ട. എല്ലാവരും തന്നെ മടക്കി വെച്ചാ മതി. ഞങ്ങൾ ലാസ്റ്റ് എടുത്തോളാം. ഓ, നീ എന്താ പെട്ടെന്ന് എണീറ്റത്? നിങ്ങളുടെ സത്യമ്മയുടെ സ്നേഹക്കൂടുതൽ കണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല. രോഹിത്തെ, ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ വീട്ടില് ഞാനും രോഹിത്തും പപ്പിമോളും ഒരു അധിക പെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇറങ്ങിപ്പോന്ന് പറയുന്നതിന് മുൻപ് എന്തെങ്കിലും വഴികൾ നോക്കിയോ കൊള്ളാം. രോഹിത്, രോഹിതേ. അല്ല ശ്യാമ. ആ, ദാ വിളിക്കുന്നു. ചെല്ല് രോഹിതേ, വരുന്നു. ആ അല്ല, അച്ഛൻ എന്താ വേണ്ടേ? ഇച്ചിരി പായസം എടുത്തോടാ. ഓ, മോളെ, നീ എന്താടി എല്ലാരെന്നും മാറി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? ഞാനൊന്നും ഒറ്റയ്ക്കാണല്ലോ. എടി മോളെ, എല്ലാരും കൂടി ഇനി ഈ വീട്ടിൽ ഒന്നിച്ച് കഴിയേണ്ടതല്ലേ? കൂട്ടുകുടുംബാകുമ്പോ അറിയാലോ, എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകളൊക്കെ എങ്ങനെ നോക്കിയാലും ഉണ്ടാവും. വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാ അത് ഇരുചെവി അറിയാതെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അമ്മയുടെ പറച്ചിലിൽ തന്നെയുണ്ട് ചില സൂചനകള്. ഞാനും രോഹിത്തും ജോലിയൊന്നും ഇല്ലാതെ ഇവിടെ നിൽക്കുവാണല്ലോ. മനസ്സിലായമ്മേ, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടി, നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ എതിര് കാണുന്നേ? നീ കണ്ടില്ലേ, സത്യാമ്മ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. ആ മാറ്റം ഗുണം ചെയ്യുന്നത് കൂടെ നിൽക്കുന്ന നിങ്ങൾ മരുമക്കൾക്ക് തന്നെയാ. സ്വസ്ഥതയും സമാധാനവും ഉള്ള ഒരു ജീവിതം കിട്ടാൻ നമ്മൾ പെണ്ണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണം. അതിപ്പോ നിന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നത് അമ്മയുടെ ദുരിതങ്ങൾ മോൾക്ക് കേട്ടറിവേ ഉള്ളൂ.